വിജയക്കൊടി നാം ഉയർത്തിടാം. ഹലോ, വെൽക്കം ടു കിഡ്സ് ഗാർഡൻ. നമ്മളിപ്പോൾ ഉള്ളത് തൊടുപുഴ ജെ റാണി കിൻഡർ ഗാർഡൻ സ്കൂളിലാണ്. ഇവിടുത്തെ കുറച്ച് മിടുമിടുക്കരായ കുട്ടികളെയാണ് നമുക്കിന്ന് ഗസ്റ്റായിട്ട് കിട്ടിയിരിക്കുന്നത്. നമുക്ക് അവരുടെ വിശേഷങ്ങളിലേക്ക് പോവാം. ആദ്യം നമുക്ക് ഇവരൊന്ന് പരിചയപ്പെട്ടാലോ? ഹലോ, ഹായ്, എന്താ പേര്? ആഡം. ആഡം എത്രാം ക്ലാസ്സിൽ പഠിക്കുന്നേ? യു കെ ജിയിൽ. ഹലോ, എന്താ പേര്? ജെസിക്ക. ജെസിക്ക. എത്രാം ക്ലാസ്സിൽ പഠിക്കുന്നേ? യു കെ ജി. ഹായ് സുന്ദരിക്കുട്ടി, എന്താ പേര്? അവന്തിക്കുട്ടി. എത്രയിലാ? യു കെ ജി തന്നെ. ഹലോ, എന്താ പേര്? തോമസ്. എത്രാം ക്ലാസ്സിൽ പഠിക്കുന്നേ? യു കെ ജി അല്ലേ? അപ്പം നിങ്ങൾ നല്ല പ്രോഗ്രാംസ് ഒക്കെ ആയിട്ടാണോ വന്നിരിക്കുന്നത്? ആണോ? എന്തൊക്കെ പ്രോഗ്രാമാണ് ചെയ്യുന്നത് എല്ലാവരും? എന്താ ചെയ്യുന്നേ? പാട്ടാല്ലേ? ഏത് പാട്ടാ പാടുന്നേ? നാവിലെന്നീശോ എന്ന നാം. കേട്ടിട്ടുണ്ടോ പാട്ട് എല്ലാവരും? ഇല്ലാലേ? നമുക്കൊന്ന് കേട്ടു നോക്കിയാലോ? കേൾക്കാം. വെരി ഗുഡ് ആഡം. ആരെ പാട്ട് പഠിപ്പിച്ചേ? അമ്മയാണല്ലേ? നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് അടുത്ത പ്രോഗ്രാം ഉണ്ടല്ലോ. ആരാ അടുത്തായിട്ട് ചെയ്യുന്നേ? ഹായ്, വെരി ഗുഡ്. ഒരു ക്ലാപ്പ് കൊടുത്തേ. അവന്തിക്കുട്ടി ഡാൻസ് അല്ലേ കളിക്കുന്നേ? നമുക്കൊരു ഡാൻസ് ഉണ്ടാവല്ലോ എല്ലാവർക്കും. ഓക്കെ, റെഡി?
ഉലകിൻ ആദിയേ ഇരുളിൻ വീതിയിൽ തിരിയായി നീ വരൂ ഉയിരിൻ നാഥനെ ഉലകിൻ ആദിയേ ഇരുളിൻ വീതിയിൽ തിരിയായി നീ വരൂ ആലംബമെന്നും മഴലാഴങ്ങൾ നീന്താൻ നീ എന്ന നാമം പൊരുളേ ഉയിരിൻ നാഥനെ ഉലകിൻ ആദിയേ ഇരുളിൻ വീതിയിൽ തിരിയായി നീ വരൂ ഞാനെന്നൊരേ ജന്മം നീ തന്ന സമ്മാനം ആനന്ദമാം ഉറവേ ആരാകിലും നിന്നിൽ ചേരേണ്ടവർ ഞങ്ങൾ ഓരോ ദിനം കഴിയേ കാറ്റിൻ്റെ കാലൊച്ച കേൾക്കുമ്പോഴും നീ വന്ന പോലുള്ളിൽ തോന്നുന്നിതാ നെഞ്ചു നീറിടുമ്പോഴും എൻ്റെ താളമായി നീ. ആലംബമെന്നും മഴലാഴങ്ങൾ നീന്താൻ നീ എന്ന നാമം പൊരുളേ ഉയിരിൻ നാഥനെ ഉലകിൻ ആദിയേ ഇരുളിൻ വീതിയിൽ തിരിയായി നീ വരൂ ഉയിരിൻ നാഥനെ. അടിപൊളി ഡാൻസ് ആയിരുന്നു. ആര് ഡാൻസ് പഠിപ്പിച്ചേ? അമ്മ. അമ്മ പഠിപ്പിച്ചല്ലേ? ഡാൻസ് പഠിക്കണ്ടോ? ആ. ഉണ്ടല്ലേ, ക്ലാസിക്കൽ ഡാൻസ്. ആ. ഇനിയും കുറെ ഡാൻസ് പഠിച്ച് വലിയ ഡാൻസർ ആവണം കേട്ടോ. ഉം. അപ്പൊ തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു, അടിപൊളിയായിട്ട് ചെയ്ത്. താങ്ക് യു. നീ എന്ത് പ്രോഗ്രാം ചെയ്യുന്നേ? വചനം. വചനം. ഓക്കെ. ആദിയിൽ ദൈവം ആകാശം ഭൂമിയും സൃഷ്ടിച്ചു. ഉൽപ്പത്തി 1:1. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. യോഹന്നാൻ 1:1. തോമസ് പറഞ്ഞു, എൻ്റെ കർത്താവ് എൻ്റെ ദൈവമേ. യോഹന്നാൻ 20:28. കർത്താവിൻ്റെ ഇടയനാവുന്ന എനിക്കൊന്നും കുറവുണ്ടാകുകയില്ല. സങ്കീർത്തനം 23:1. വഴിയിൽ ശ്രദ്ധയോടെ നടക്കുക. പ്രഭാഷകൻ 32:22. പെറ്റമ്മ പറഞ്ഞാൽ ഞാൻ മറക്കുകയില്ല. ഏശയ്യ 49:15. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. യോഹന്നാൻ 1:14. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ലൂക്ക 1:48. ഹൃദയശുദ്ധിയാൽ ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണും. മത്തായി 5:8. തോമസുട്ടി അടിപൊളിയായിട്ട് ചെയ്തല്ലോ. ഇതൊക്കെ ആരെ പഠിപ്പിച്ചെന്നേ? അമ്മയപ്പൻ. അമ്മ എപ്പം കൂടി ചേർന്ന് പഠിപ്പിച്ചല്ലേ? എല്ലാവരും ക്ലാപ്പ് കൊടുത്തേ. ഇനി അടുത്ത ആരാണ് ചെയ്യാൻ പോകുന്നേ? എന്ത് പ്രോഗ്രാം ചെയ്യുന്നേ? കഥ. കഥയാ? എന്ത് കഥയാ പറയുന്നേ? ഫോക്സ് ആൻഡ് ദ ക്രോ. ഫോക്സ് ആൻഡ് ദ ക്രോ. ഓക്കെ, നല്ല ഒച്ചത്തിൽ പറഞ്ഞോട്ടോ. Once upon a time, there was a crow.
had a piece of meat. A hungry fox came there that mouth water when he saw the piece of meat. He thought of a plan to kill it. A brave and voice of a crow. Fox and singing song. The crow opened his mouth to sing. Piece of meat fell down. Fox and ate it and went away. Moral: beware of fracture. ഓക്കെ, നല്ല ഭംഗിയായിട്ട് സ്റ്റോറി പറഞ്ഞു കേട്ടോ. സ്റ്റോറി ആരെ പഠിപ്പിച്ചേ? അമ്മ. അമ്മ. എല്ലാവരും നല്ല മിടുക്കരായിട്ട് എല്ലാ പ്രോഗ്രാമും ചെയ്തു. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. താങ്ക് യു. എല്ലാവരും നല്ല ടാലൻ്റ് ആയിട്ടുള്ള കുട്ടികളാണ്. നമ്മൾ ഇത് ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകണം. എല്ലാവരും ഒരു ബൈ പറഞ്ഞേ അവിടെ നോക്കി. ബൈ ബൈ. ഹലോ. 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 അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് സെറ്റ് ഓഫ് കുട്ടികൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇവരുടെ വിശേഷമൊക്കെ അറിഞ്ഞ് ഇവരുടെ പ്രോഗ്രാംസ് ഒക്കെ കണ്ടാലോ? അത് നമുക്ക് എല്ലാവരെയും പരിചയപ്പെടാം. ഹായ്. ഹായ്. എന്താ പേര്? കൃപ മരിയ മാർട്ടിൻ. എത്രാം ക്ലാസ്സിൽ പഠിക്കുന്നേ? UKG ജാസ്മിൻ. ഹലോ. ഹലോ. എന്താ പേര്? എമി ക്ലെയർ ജെയിംസ്. എത്രാം ക്ലാസ്സിൽ എമിക്കുട്ടി പഠിക്കുന്നേ? UKG. എന്താ പേര്? ജുവാൻ റോബിൻസ്. എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നേ? UKGയിൽ. UKGയിൽ. എന്ത് പ്രോഗ്രാമാണ് ചെയ്യുന്നത്? These are my fingers. ആക്ഷൻ സോങ് ആണല്ലേ? ഓക്കെ. ഹലോ. ഹലോ. എന്ത് പ്രോഗ്രാമാണ് ചെയ്യുന്നതെന്ന്? ഞാൻ പാട്ട് പാടുന്ന. പാട്ട് പാടുന്നത്. പേരെന്താ? ഏതൻ. ഏതൻ. എത്രാം ക്ലാസ്സിലാണ്? UKG. UKGയിൽ. അപ്പം എല്ലാവരും പ്രോഗ്രാമൊക്കെ ആയിട്ട് അടിപൊളിയായിട്ടല്ലേ വന്നേക്കണേ? എല്ലാം ഓർമ്മയുണ്ടോ? പഠിച്ചിട്ടുണ്ടോ? ആ. ഓക്കെ, റെഡിയാണോ? ആരാദ്യം പാടും? ഓക്കെ, പറഞ്ഞോ. ഒരിടത്തൊരു ചേട്ടനുണ്ടായിരുന്നു. ആ ചേട്ടന് ഒത്തിരി ഷീപ്സ് ഉണ്ടായിരുന്നു. ചേട്ടന് ഷീപ്സിന് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇന്ന് മോർണിംഗിൽ മലയെ കൊണ്ടുപോകും, പുല്ലും വെള്ളം കൊടുക്കും. ഈവനിങ്ങിൽ തിരിച്ചു കൊണ്ടുവരും. ഷീപ്പിന് നല്ല ബോബ് ഉണ്ടോ എന്ന് നോക്കും. അത് കൗണ്ട് ചെയ്ത് നോക്കും. ഒരു ദിവസം എണ്ണിയപ്പം ഒരു ഷീപ്പിനെ കാണാനില്ല. ചേട്ടന് സങ്കടമായി. ചേട്ടൻ മലയിൽ പോയി അന്വേഷിച്ചു. മലയിൽ ബിഗ് വെയിൻ വന്നു. അത് ശ്രദ്ധിക്കാതെ നടന്ന് കണ്ടുപിടിച്ചു. ഒരു മരച്ചവിട്ടിൻ്റെ അടുത്ത് മുള്ളി കുടുങ്ങിക്കിടപ്പുണ്ടായിരുന്നു. ചേട്ടൻ ഓടിപ്പോയി കണ്ടുപിടിച്ചു. എൻ്റെ ഷീപ്പിൻ്റെ മേത്ത് മുള്ളായിരുന്നു. മുള്ളൊക്കെ പറിച്ചു കളഞ്ഞു. ഷീപ്പിൻ്റെ മേത്ത് മുഴുവൻ ബോബ്. ചേട്ടൻ മെഡിസിൻ തേച്ചു. ഷീപ്പും ചേട്ടന് വീട്ടിൽ പോയി. കാണാതെ പോയ ഷീപ്പിനെ കിട്ടി. ഇപ്പം ചേട്ടന് സന്തോഷമായി. ഷീപ്പിൻ്റെയും ചേട്ടൻ്റെയും കഥയല്ലേ? ആര് പഠിപ്പിച്ച കഥ? അമ്മ. അമ്മ പഠിപ്പിച്ചാണല്ലേ? നന്നായിട്ട് പറഞ്ഞു കേട്ടോ. നമുക്കൊരു പാട്ട് കേട്ടാലോ? ആരാ നമുക്ക് വേണ്ടി പാട്ട് പാടുന്നേ? ഏതും കുട്ടം പാടുവോ? പഠിക്കോ? എണീറ്റൊന്ന് പഠിക്കോ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥാ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥാ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. അർഹിക്കാത്ത നന്മകൾ പോലും നീ എനിക്കേകിയോന് സ്തുതി. യാചിക്കാത്ത നന്മകൾ പോലും നീ എനിക്കേകിയോന് സ്തുതി. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥാ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. അടുത്ത നമുക്ക് കൃപക്കുട്ടിയുടെ പാട്ട് കേട്ടാലോ? റെഡിയല്ലേ പാടാൻ? ഏത് പാട്ടാ പാടുന്നേ? പാടിക്കോട്ടോ. എണീറ്റൊന്ന് പാടിക്കോ. തേരാത്ത തേരാത്ത ഹല്ലേലൂയ, തേരാത്ത തേരാത്ത ഹല്ലേലൂയ. സമ്മേയ 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 ഹോ ഹോ ഹോ
കട്ടിലൂടെ കൊണ്ടുവന്ന് കെട്ടിയിറക്കി. കണ്ടപാൾ യേശു പാപമോചനമേകി. ചാടിയെണീറ്റു കയ്യിൽ കട്ടിലെടുത്തു. തളർവാദ രോഗി എണീറ്റോടി നടന്നു. ചാടിയെണീറ്റു കയ്യിൽ കട്ടിലെടുത്തു. തളർവാദ രോഗി എണീറ്റോടി നടന്നു. ഗ്ലോറി ഗ്ലോറി ടു ജീസസ്, ഗ്ലോറി ടു ജീസസ്, ഗ്ലോറി ടു ഗോഡ്. ഗ്ലോറി ഗ്ലോറി ടു ജീസസ്, ഗ്ലോറി ടു ജീസസ്, ഗ്ലോറി ടു ഗോഡ്. അമ്പമ്പോ ലവലേശം സ്ഥലമില്ലാതായി. ആൾക്കൂട്ടം കാരണമോ വഴിയില്ലാതായി. ചകബകാന്ന് ചാടിയോടി വീടിയുമേൽ അടിപൊളി പുകിലായി, അടിപൊളി പണിയായി. ചകബകാന്ന് ചാടിയോടി വീടിയുമേൽ അടിപൊളി പുകിലായി, അടിപൊളി പണിയായി. Glory, glory to Jesus, glory to Jesus, glory to God. Glory, glory to Jesus, glory to Jesus, glory to God. ഓടിളക്കി വീടിനുള്ളിലെത്തിച്ചോരിൽ യേശു കർത്താവ്. കട്ട വിശ്വാസം പാപരോഗശാന്തിക്ക് വാക്കാലെഴുതി യേശു കർത്താവ് ദൈവ കുഞ്ഞാട്. ഗ്ലോറി ഗ്ലോറി ടു ജീസസ്, ഗ്ലോറി ടു ജീസസ്, ഗ്ലോറി ടു ഗോഡ്. ഗ്ലോറി ഗ്ലോറി ടു ജീസസ്, ഗ്ലോറി ടു ജീസസ്, ഗ്ലോറി ടു ഗോഡ്. കഴിഞ്ഞോ? നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ. ആര് പഠിപ്പിച്ച പാട്ട്? അമ്മ. അമ്മ നല്ല ഭംഗിയായിട്ട് പാടിട്ടോ. ഓക്കെ, എല്ലാവരും നല്ല പാട്ടുകാരാണല്ലോ ഇവിടത്തെ. ഒരാളും കൂടി ഉണ്ടല്ലോ. ഇനി എന്താ ചെയ്യാൻ പോകുന്നേ? ആക്ഷൻ സോങ്. ആക്ഷൻ സോങ് ചെയ്യാവോ? These are my fingers and showing that to you. There are so many that I can do. These are my fingers and showing them to you. There are so many that I can do. They can wave, 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 they can open and close, touch my hair, shoulders, touch and knees and toes. They can wave, 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 they can open and close, touch my hair and my shoulders, knees and toes. These are my fingers and showing that to you. There are so many that they can do. These are my fingers and showing that to you. There are so many that they can do. എല്ലാവരും ഒരു ക്ലാപ്പ് കൊടുത്തേ. ഞാൻ നന്നായിട്ട് പാടിയല്ലേ? സന്തോഷമാണോ മക്കളെ? സന്തോഷാണ്. എല്ലാവരും ചിരിച്ചേ. എല്ലാവരും ചിരി കാണാനൊക്കെ നല്ല ഭംഗിയാണ്. ഇതേപോലെ തന്നെ പാട്ടൊക്കെ നന്നായിട്ട് പഠിച്ച് എപ്പോഴും പാട്ട് പാടണം കേട്ടോ. സ്റ്റോറിയും അതേപോലെ തന്നെ ആക്ഷൻ സോങ്ങും. എല്ലാവരും നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള കുട്ടികളാണ്. അപ്പോൾ ഈ ടാലൻറ്റ് മുന്നോട്ട് കൊണ്ടുവരണം കേട്ടോ. നമുക്കിത് ബൈ പറഞ്ഞാലോ അവർക്ക്? ഓക്കെ, ബൈ പറഞ്ഞെല്ലാവരും. ബൈ. ബൈ. ഇന്ന് ഇത്രയും ടാലൻ്റ് ആയിട്ടുള്ള ഒരുപിടി കുട്ടികളെ നമുക്കായി ഒരുക്കിയ ജയറാണി കിൻഡർഗാർട്ടൻ സ്കൂളിനെ പറ്റി നമുക്ക് കൂടുതലായി അറിയാം. നമ്മുടെ സ്കൂൾ മാനേജറായ സിസ്റ്റർ ഫിലോമിനയുടെ വാക്കുകളിലൂടെ നമുക്ക് സ്കൂളിനെ പറ്റി കൂടുതലായി അറിയാം. ഞാൻ സിസ്റ്റർ ഫിലോമിന, എഡ്യൂക്കേഷൻ കൗൺസിലർ, സിസ്റ്റർ പ്രിൻസിപ്പൽ സിസ്റ്റർ ആഗ്നസ് ടോം. ദിവികാരുണ്യ ആരാധനാ സഭയുടെ കോതമംഗലം പ്രോവിൻസിൻ്റെ മാനേജ്മെൻറ്റിലുള്ള സ്കൂളാണ് ജയറാണി കിൻഡർഗാർട്ടൻ തൊടുപുഴ. 1983 ആരംഭിച്ച് 41 വർഷങ്ങൾ പിന്നിട്ടപ്പോൾ ലോകത്തിൻ്റെ നാനാ ദിക്കുകളിലും ഈ സ്കൂളിൽ നിന്നും പഠിച്ചിറങ്ങിയ കുട്ടികൾ ജോലി ചെയ്യുകയും വളരെ പ്രശസ്തരായി മുമ്പോട്ട് പോവുകയും ചെയ്യുന്നത് കാണുമ്പോൾ ഞങ്ങൾക്ക് ദൈവത്തിന് മുമ്പിൽ നന്ദി പറയുവാൻ മാത്രമേ ഉള്ളൂ. മനസ്സംസ്കരണത്തിലൂടെ ജീവിത പക്വതയിലേക്ക് വളർത്തുവാനായി ഞങ്ങൾ കുട്ടികൾക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇവിടുത്തെ അധ്യാപകരെക്കുറിച്ച് പറയുമ്പോൾ അവരുടെ സ്വന്തം കുഞ്ഞുങ്ങളെ നോക്കുന്നതിനേക്കാൾ കാര്യമായി ഈ കുഞ്ഞുമക്കളെ വളർത്തുകയും പരിപാലിക്കുകയും ചെയ്യുന്നത് കാണുമ്പോൾ സന്തോഷമുണ്ട്. നല്ല ദൈവവിശ്വാസമുള്ള കുട്ടികളായി വളർത്തുവാൻ വേണ്ടി
ഇവിടെ ദിവികാരുണ്യ ആരാധന ഉള്ള ചാപ്പലിൽ കുഞ്ഞുങ്ങളെ കൊണ്ടുപോവുകയും അവർക്ക് വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും പ്രാർത്ഥനകളും എല്ലാം ചൊല്ലിക്കൊടുക്കുകയും ഈ അധ്യാപകർ തന്നെ ചെയ്യുന്നു. ദിവികാരുണ്യ ആരാധന സഭയുടെ സ്ഥാപക പിതാവായ ധന്യന്മാർ തോമസ് കുര്യാളശ്ശേരി ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, വിദ്യാഭ്യാസത്തിലൂടെ കുടുംബങ്ങളെയും കരകളെയും രാജ്യങ്ങളെയും നവീകരിക്കുകയും ഗുണീകരിക്കുകയും ചെയ്ത് ദൈവത്തിൻ്റെ പക്കലേക്ക് കുഞ്ഞുങ്ങളെ ആനയിക്കുവാനാണ് നമ്മൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നത് എന്ന്. അത് തീർച്ചയായും ഞങ്ങൾക്ക് വലിയ ഒരു മുതൽക്കൂട്ടായി കാണുകയും ആ രീതിയിൽ ഞങ്ങൾ കുഞ്ഞുങ്ങളെ നല്ല രീതിയിൽ വളർത്തുകയും ദൈവാഭിമുഖ്യമുള്ളവരായി തീർക്കുവാനായിട്ട് പരിശ്രമിക്കുകയും ചെയ്യുന്നു. യേശുവിൻ്റെ രൂപഭാവങ്ങൾ ഈ കുഞ്ഞുങ്ങളിൽ വളരുകയും അതുപോലെ തന്നെ ഈ മക്കളെല്ലാവരും ലോകത്തിൻ്റെ ദീപവും ഭൂമിയുടെ ഉപ്പുമായി തീർന്ന് ലോകത്തിന് വെളിച്ചവും സ്വാദും നൽകുന്നവരായി തീരുവാൻ വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുകയും ഈ കുഞ്ഞുങ്ങൾക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കൂടാതെ ജ്ഞാനം സമ്പാദിക്കുന്നതിലൂടെ ദൈവഭയം ഉണ്ടാകുന്നതിനും കലാ കായിക സാംസ്കാരിക വിഷയങ്ങളിലും മികവ് പുലർത്തുന്ന കുഞ്ഞുങ്ങളാണ് ഇവിടെയുള്ളത്. ഈ സമയം തന്നെ ഞങ്ങൾക്ക് കാണുവാൻ സാധിക്കും, ഇന്നലെയും ഇന്നും നടന്ന വിദ്യാഭ്യാസം കലാ മത്സരങ്ങളിൽ സംസ്ഥാനത്ത് 1ാം സ്ഥാനം വാങ്ങിയ 2 കുട്ടികൾ ഓൾറെഡി ഞങ്ങൾക്കുണ്ട്. ഈ കുട്ടികൾ പഠിച്ച് വളർന്നു വരുമ്പോൾ അവരുടെ ഉപരിപഠനത്തിനായി ഈ ക്യാമ്പസിൽ തന്നെ നമുക്ക് CBSE ജയറാണി സ്കൂളുണ്ട്. അതുപോലെ തന്നെ സ്റ്റേറ്റ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളും 12ാം ക്ലാസ് വരെ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. പെൺകുട്ടികൾക്ക് വേണ്ടി ഒരു ഹോസ്റ്റലും ഇവിടെ നമ്മുടെ ഈ ക്യാമ്പസിൽ തന്നെ ഉണ്ട് എന്ന് പറയുന്നതിൽ സന്തോഷമുണ്ട്. അങ്ങനെ ഇവിടെ കുടുംബത്തിൻ്റെ ഒരു അന്തരീക്ഷത്തിലാണ് സിസ്റ്റർ ആഗ്നസ്റ്റോം അതുപോലെ അധ്യാപകർ ഈ കുഞ്ഞുങ്ങളെ വളർത്തുന്നതും പേരൻസുമായിട്ടും വളരെ നല്ല അടുപ്പവും ബന്ധവും പാലിച്ചുകൊണ്ടാണ് ഈ ജയറാണി കിൻഡർഗാർട്ടൻ സ്കൂൾ മുമ്പോട്ട് പോകുന്നത്. എല്ലാ ആശംസകളും ഈ സ്കൂളിന് ഒരിക്കൽ കൂടി ഞാൻ നേരുകയാണ്. 2024 നമ്മുടെ ഈ സ്കൂൾ ഉയരങ്ങളിൽ നിന്നും ഉയരങ്ങളിലേക്ക് പോകുമ്പോൾ ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ഈ സ്കൂളിൻ്റെ നാമം ഞങ്ങൾ ഏറ്റുവാങ്ങിയിരിക്കുന്നത് പരിശുദ്ധ അമ്മയിൽ നിന്നുമാണ്. വിജയമാതാവിൻ്റെ നാമം ധരിക്കുന്ന ഈ സ്കൂൾ മാതാവിൻ്റെ പരിരക്ഷണയിലും സ്നേഹത്തിലും വളർന്നു വരുവാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവത്തിന് സ്തുതി.